അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 32. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹാബിഹി. നാം പറഞ്ഞത് ലാ ശക്ക അന്ന ഖസ്ദൽ മുഖ്ബിരി ബിഖബരിഹി ഇഫാദത്തുൽ മുഖാത്തബി ഇമ്മൽ ഹുക്മ ഔ കൗനുഹു ആലിമൻ ബിഹി എന്നാണ്. ഒരു മുഖ്ബിറിന്റെ ഖസ്ദ്, അവന്റെ ലക്ഷ്യം, അവൻ സംസാരിച്ച ഖബർ കൊണ്ടുള്ള അവന്റെ ലക്ഷ്യം മുഖാത്തബിന് ഒരുപക്ഷെ ഹുക്മിനെ അറിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മുഖ്ബിർ ഈ ഹുക്കുമ് കൊണ്ട് അറിയുന്നവനാകലിനെ അറിയിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞു വന്നത്. ഇപ്പൊ രണ്ട് കാര്യമാണ് ഇവിടെ ഉള്ളത്. ഒരാളോട് സയ്യിദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ സയ്യിദ് നിൽക്കുന്നവനാണെന്ന് മുഖാത്തബിനെ അറിയിച്ചു കൊടുക്കൽ, അല്ലെങ്കിൽ ഹുക്കുമ് നേരത്തെ അവൻ അറിയാം പക്ഷെ മുത്തക്കല്ലിമിന് അറിയാം എന്ന് അറിയിച്ചു കൊടുക്കൽ. ഇങ്ങനെ രണ്ട് കാര്യമാണ് ഇവിടെ ഉള്ളത്. ഇതിൽ യുസമ്മൽ അവ്വലു, ഒന്നാമത്തെ ഹുക്കുമിന് പേര് പറയപ്പെടും. ഒന്നാമത്തെ ഹുക്കുമ് എന്ന് പറഞ്ഞാൽ അയ്യൽ ഹുക്കുമുല്ലദി യുഖ്സദു ബിൽ ഖബരി ഇഫാദത്തുഹു, അതായത് അൽ ഹുക്കുമു, ഒരു ഹുക്കുമിന് പേര് പറയപ്പെടും. അല്ലദി, എങ്ങനെയുള്ള ഹുക്കുമാണ്? യുഖ്സദു ബിൽ ഖബരി, ഖബർ കൊണ്ട് കരുതപ്പെടുന്നതാണ് ഇഫാദത്തുഹു, ആ ഹുക്കുമിനെ മുഖാത്തബിനുക്ക് അറിയിച്ചു കൊടുക്കലിനെ ഖബർ കൊണ്ട് കരുതപ്പെടും. അതാണ് ഒന്നാമത്തത്. അങ്ങനെയുള്ള ഹുക്കുമിന് പേര് പറയപ്പെടും. അപ്പൊ ഹുക്കുമിന്റെ പേരാണ് ഫായിദത്തുൽ ഖബരി. ആ ഹുക്കുമിന്റെ പേര് ഫായിദത്തുൽ ഖബർ എന്നാണ്. അപ്പൊ ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു ഹുക്കുമിന്റെ പേരാണ്. ഏത് ഹുക്കുമ്? മുഖാത്തബിനുക്ക് അറിയിച്ചു കൊടുക്കലിനെ കരുതപ്പെടുന്ന ഹുക്കുമ്. മുഖാത്തബിന്, അതായത് സയ്യിദുൻ ഖായിമുൻ എന്ന് മുഖാത്തബിന് അറിയിച്ചു കൊടുക്കലാണ് ഈ ഖബർ കൊണ്ടുള്ള ലക്ഷ്യം. ആ ഹുക്കുമിന്റെ പേരാണ് ഫായിദത്തുൽ ഖബർ. ഖബറിന്റെ ഫായിദ, യഥാർത്ഥത്തിൽ ഖബറിന്റെ ഫായിദ ഇൽമാണ്, ഹുക്കും കൊണ്ടുള്ള ഇൽമാണ്, ഹുക്കുമല്ല. അപ്പൊ ഇതൊരു ഇസ്തിലാഹ്, ഒരു പ്രത്യേക ഇസ്തിലാഹാണത്. ഖബറിന്റെ ഫായിദ എന്താണ്? ഹുക്കുമിനെ അറിയൽ എന്നാണ്. ഹുക്കുമ് കൊണ്ട് മുഖാത്തബ് അറിയുക, ഹുക്കുമല്ല ഖബറിന്റെ ഫായിദ. ആ ഹുക്കും കൊണ്ട് അറിയലാണ്. ഇവിടെ ഹുക്കുമിനാണ് ഫായിദ എന്ന് പേര് പറഞ്ഞത്, ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറഞ്ഞത്. അത് ഇസ്തിലാഹാണ്. അപ്പോൾ അതിന് ചോദ്യമില്ല, ഓരോരുത്തർക്കും ഓരോ ഇസ്തിലാഹുണ്ടാകും. വസാനി, രണ്ടാമത്തതിന് പേര് പറയപ്പെടും ഐ കൗനുൽ മുഖ്ബിരി ആലിമൻ ബിഹി, മുഖ്ബിർ ഹുക്കുമ് കൊണ്ട് അറിയുന്നവനാവൽ. അതാണ് രണ്ടാമത്തത്. ഹുക്കുമ് കൊണ്ട് മുഖ്ബിർ അറിയുന്നവനാവൽ, അതിന് ലാസിമഹ ഐ ലാസിമ ഫായിദത്തുൽ ഖബരി എന്നും പേര് പറയപ്പെടും. ഫായിദത്തുൽ ഖബറിന് ലാസിമായത്, അതായത് ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു ഹുക്കുമാണല്ലോ. ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു ഹുക്കുമിന്റെ പേരാ. ആ ഹുക്കുമിന്റെ ലാസിമാണ് എന്ത്? മുഖ്ബിർ ഹുക്കുമിനെ അറിയൽ. അതായത് ഒരു മുഖാത്തബിന്, ഒരു മുത്തക്കല്ലിമു ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കുന്ന സമയത്ത്, അറിയിച്ചു കൊടുക്കുമ്പോൾ ആ അറിയിച്ചു കൊടുക്കലിനാൽ ലാസിമാണ് എന്ത്? മുത്തക്കല്ലിമ് ഈ ഹുക്കുമിനെ അറിയൽ. അപ്പോൾ
ആ അറിയുന്നവനാണ് എന്ന് അറിയിച്ചു കൊടുക്കുന്നതിന് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ ഫായിദത്തുൽ ഖബർ ഇല്ല. കാരണം മുഖാത്തബിനെ അറിയിച്ചു കൊടുക്കൽ ഈ ഹുക്മുകൊണ്ട് ലക്ഷ്യമില്ല. അറിയിച്ചു കൊടുക്കുന്ന ഹുക്മിനാണ് ഫായിദത്തുൽ ഖബർ എന്ന് പറയുന്നത്. ഫായിദത്തുൽ ഖബറിന്റെ അറിയിച്ചു കൊടുക്കുന്നോടത്ത് ഫായിദത്തുൽ ഖബർ എന്ന് പറയും. ആ സമയത്ത് ലാസിമാണ് എന്ത്? മുത്തക്കല്ലിമ് ഹുക്മിനെ അറിയൽ. അതുകൊണ്ട് മുഖാത്തബിന് ഹുക്മ് നേരത്തെ അറിയുന്നോടത്ത് അവിടെ ഫായിദത്തുൽ ഖബർ ഇല്ലല്ലോ. ആ ഇല്ലാത്ത സ്ഥലത്തു എന്ത് പേര് പറയപ്പെടും? ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറയപ്പെടും. അത് പറയാനുള്ള കാരണം എന്താണ്? ഇഫാദത്തുൽ ഖബറിനക്ക് ലാസിമാണ് മുഖ്ബിർ ഹുക്മുകൊണ്ട് അറിയുന്നവനാവൽ. അപ്പോൾ അറിയുന്നവനാവൽ എന്ന് അറിയിച്ചു കൊടുക്കുന്നോടത്ത് മുഖ്ബിർ ഹുക്മുകൊണ്ട് അറിയാം എന്ന് മുഖാത്തബിന് അറിയിച്ചു കൊടുക്കുന്നോടത്ത് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറയപ്പെടും. ഫായിദത്തുൽ ഖബറിന് ലാസിമായത് ഫായിദത്തുൽ ഖബർ അവിടെ ഇല്ലെങ്കിലും ഫായിദത്തുൽ ഖബർ ഉള്ളോടത്തൊക്കെ ഇത് ലാസിമാണ്. അതുകൊണ്ട് ഫായിദത്തുൽ ഖബർ ഇല്ലാത്ത സ്ഥലത്ത് ഈ ലാസിമ് മാത്രമുള്ളോടത്ത് ലാസിമ ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറഞ്ഞു. ഫായിദത്തുൽ ഖബറിന് ലാസിമാണ്, അതായത് ഹുക്മിനെ അറിയിച്ചു കൊടുക്കുന്നോടത്ത് ഫായിദത്തുൽ ഖബർ ഉള്ളത്. അതിന് ലാസിമാണ് എന്ത്? മുത്തക്കല്ലിമു ഹുക്മിനെ അറിയൽ. ആ ലാസിമിനെ എവിടെ പറഞ്ഞു? ഫായിദത്തുൽ ഖബർ ഇല്ലാത്തോടത്ത് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞു. മുഖാത്തബിന് മുത്തക്കല്ലിമിന് ഹുക്മിനെ അറിയാമെന്ന് മുഖാത്തബിന് അറിയിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് ഫായിദത്തുൽ ഖബർ അവിടെ ഇല്ല, ഹുക്മിനെ അറിയിച്ചു കൊടുക്കൽ അവിടെ ഇല്ല. പിന്നെ ഉള്ളത് എന്താണ്? മുത്തക്കല്ലിമിന് ഹുക്മ് അറിയാം എന്ന് അറിയിച്ചു കൊടുക്കലാണ്. ആ അറിയിച്ചു കൊടുക്കുന്നതിന് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറഞ്ഞു. കാരണം ഫായിദത്തുൽ ഖബർ ഉള്ളോടത്തൊക്കെ ആലിമ് മുഖ്ബിർ ആലിമാവൽ ലാസിമാണ്. അതുകൊണ്ട് ആലിമാണെന്ന് അറിയിച്ചു കൊടുക്കുന്നോടത്ത് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞു. പിന്നെ അന്നഹു തീർച്ചയായിട്ടും കാര്യം കുല്ലുമാ ഒരു ഖബറു മുഴുവനും, അതായത് എല്ലാ ഖബറു എന്നർത്ഥം. കുല്ലുമാ എന്ന് പറഞ്ഞാൽ കുല്ലു ഖബരി, ഏതൊരു ഖബറും അഫാദൽ ഹുക്കുമ, ആ ഖബർ എന്താണ്? മുഖാത്തബിന് ഹുക്കുമിനെ നേടിക്കൊടുക്കും. അങ്ങനത്തെ എല്ലാ ഖബറും, അതായത് ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കും. സെയ്ദിനക്ക് ഖിയാമുണ്ടെന്ന് അറിയിച്ചു കൊടുക്കുന്ന ഒരു ഖബറാണ് സെയ്ദുൻ ഖായിമുൻ എന്ന് സങ്കല്പിക്കുക. അവിടെയെല്ലാം അഫാദ, ആ ഖബർ ഫായിദ വെപ്പിക്കും. അന്നഹു മുഖ്ബിർ ആലിമും ബിഹി, ഈ ഹുക്കുമോണ്ട് അറിയുന്നവനാണെന്ന് ഫായിദ വെപ്പിക്കും. അപ്പോൾ ഹുക്കുമിനെ ഇഫാദത്ത് ചെയ്യുന്നോടത്തൊക്കെ ഏതുണ്ട്? ആ ഹുക്കുമ് മുത്തക്കല്ലിമിന് അറിയുന്നവനാണ് എന്നതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അതിന്റെ ലാസിമായി ഫായിദത്തുൽ ഖബറിന് ലാസിമായി മുഖ്ബിർ ആലിമും ബിഹി ആണെന്ന് ലാസിമായി. വലൈസ കുല്ലുമാ അഫാദ, ഒരു ഖബർ മുഴുവനുമല്ല. വലൈസ കുല്ലുമാ, എല്ലാ ഖബറുമല്ല. അഫാദ, ആ ഖബർ അറിയിച്ചു കൊടുക്കും. അന്നഹു ആലിമുൻ, മുഖ്ബിർ ആലിമുൻ ബിൽ ഹുക്കുമി, ഹുക്കുമു കൊണ്ട് അറിയുന്നവനാണ് എന്ന് അറിയിച്ചു കൊടുക്കുന്ന എല്ലാ ഖബറും അല്ല. അഫാദ, അത് അറിയിക്കുകയില്ല. നഫ്സൽ ഹുക്കുമി, ഹുക്കുമിനെ തന്നെ അറിയിക്കുകയില്ല. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം
ഹുക്കുമിനെ മുഖാത്തബിന് അറിയിച്ചു കൊടുക്കുന്നിടത്തൊക്കെ സെയ്ദ് ഖായിമാണെന്ന് ഒരാൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ആ അറിയിച്ചു കൊടുക്കുന്നിടത്ത് എന്തുണ്ട്? അതായത് ഫായിദത്തുൽ ഖബറാണ് അവിടെ ഉള്ളത്. അതിന് ലാസിമാണ് ഏത്? മുത്തക്കല്ലിമ് ഹുക്കുമിനെ അറിയുന്നവനാവൽ. അപ്പോൾ മുത്തക്കല്ലിമ് ഹുക്കുമിനെ അറിയുന്നവനാവൽ ഫായിദത്തുൽ ഖബറിന് ലാസിമാണ്. അപ്പോൾ ആ അറിയുന്നവനാണെന്ന് അറിയിച്ചു കൊടുക്കുന്നിടത്ത് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞു. ഫായിദത്തുൽ ഖബറിന് അത് ലാസിമാണ്. എവിടെ ഫായിദത്തുൽ ഖബറുണ്ടോ അവിടെയെല്ലാം മുഖ്ബിർ ആരാണ്? ആലിമും ബിൽ ഹുക്കുമാൻ. ആലിമും ബിൽ ഹുക്കുമാവുന്ന ഖബർ, ആലിമും ബിൽ ഹുക്കുമ് ഒരു ഖബർ കൊണ്ട് ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവൂല? ഫായിദത്തുൽ ഖബർ ഉണ്ടാവുകയില്ല, എല്ലാ സ്ഥലത്തും ഉണ്ടാവുകയില്ല. അപ്പൊ ഫായിദത്തുൽ ഖബറിനക്ക് ആലിമും ബിൽ ഹുക്കുമ്, മുത്തക്കല്ലിമ് ആലിമും ബിൽ ഹുക്കുമാവൽ ലാസിമാണ്. അതുകൊണ്ടാണ് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറഞ്ഞത്. അതേ സമയത്ത് ഒരു ഖബർ എന്താണ്? മുഖ്ബിർ ഹുക്കുമിനെ അറിയുന്നവനാകുന്നോടത്തൊക്കെ, അറിയുന്നവനാണെന്ന് അറിയിച്ചു കൊടുക്കുന്നോടത്തൊക്കെ എന്തുണ്ടാവൂല? ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കൽ ഉണ്ടാവുകയില്ല. അതാണ് വലൈസ കുല്ലുമ, എല്ലാ ഖബറുമല്ല. അഫാദ, ആ ഖബർ അറിയിച്ചു കൊടുക്കും. അന്നഹു ആലിമും ബിൽ ഹുക്കുമി, മുഖ്ബിർ ഹുക്കും കൊണ്ട് അറിയുന്നവനാണെന്ന് അറിയിച്ചു കൊടുക്കും. അങ്ങനത്തെ എല്ലാ ഖബറും അല്ല. അഫാദ നഫ്സൽ ഹുക്കുമി, ഹുക്കുമിനെ അത് അറിയിക്കുന്നതല്ല. കാരണം ലിജവാസി അയ്യക്കൂനൽ ഹുക്കുമു, ഹുക്കുമാവൽ ജായിസാണ് മഅലൂമൻ, ഈ മുഖാത്തബിന് അറിയപ്പെട്ടതാവല്ല ജായിസാണ്. ഖബലൽ ഇഖ്ബാരി, ഇഖ്ബാറിന്റെ മുമ്പ് തന്നെ അതെന്താവാം? മുഖാത്തബിന് അറിയൽ ജായിസാണ്. പിന്നെ എന്തിന് ഖബർ പറയുന്നു? അത് പറയുന്നത് ഈ മുത്തക്കല്ലിമിന് ഈ ഹുക്മ് അറിയാം എന്ന് അവനെ അറിയിച്ചു കൊടുക്കലാണ്. അതെന്തിനാ അറിയിച്ചു കൊടുക്കുന്നത്? അതെന്തെങ്കിലും ലക്ഷ്യം മുത്തക്കല്ലിമിനുണ്ടാകും. നീ അറിയുന്ന ഹുക്മ് എനിക്കും അറിയാം, എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകും. അതുകൊണ്ടാണ് അത് അറിയിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ജവാസി അയ്യക്കൂനൽ ഹുക്കുമോ, ഹുക്മാവൽ ജായിസായതിനു വേണ്ടി മഅലൂമൻ ഖബലൽ ഇഖ്ബാരി, ഇഖ്ബാറിന്റെ മുമ്പ് തന്നെ അറിയപ്പെട്ടതാവൽ ജായിസായതിനു വേണ്ടി. കമാഫി കൗലിന, നമ്മുടെ കൗലിൽ ഉള്ളതുപോലെ, ലിമൻ ഒരാളോട്, ഹഫിള അവൻ ഹിഫ്ളാക്കി, അത്തൗറാത്ത തൗറാത്തിനെ ഹിഫ്ളാക്കി, അങ്ങനത്തെ ഒരാള്. ഈ തൗറാത്ത് എന്നല്ല, ഖുർആനിനെ ഹിഫ്ളാക്കിയാലും അങ്ങനെ തന്നെയാണ്. ഖുർആനല്ല, ഒരാൾ അൽഫൈന 1000 എഴുത്ത് ഹിഫ്ളാക്കി. എന്ത് ഹിഫ്ളാക്കിയാലും ലിമൻ ഹഫില തൗറാത്ത, തൗറാത്തിനെ ഹിഫ്ളാക്കിയ ഒരാളോട്, കത് ഹഫിലത്ത തൗറാത്ത, നീ തൗറാത്തിനെ ഹിഫ്ളാക്കിയിരിക്കുന്നു എന്ന് ഹിഫ്ളാക്കിയ ഒരാൾക്ക് അറിയാം അവൻ ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്ന്. തൗറാത്തിനെ ഹിഫ്ളാക്കി എന്ന് അവനെ അറിയിച്ചു കൊടുക്കൽ അവിടെയില്ല. അതായത് ഫായിദത്തുൽ ഖബർ അവിടെയില്ല. പിന്നെ ആ ഖബർ കൊണ്ടുള്ള ലക്ഷ്യമെന്താണ്? മുത്തക്കല്ലിമിന് നീ തൗറാത്തിനെ ഹിഫ്ളാക്കി എന്ന ഹുക്കുമ് എനിക്കറിയാം എന്നറിയിച്ചു കൊടുക്കല. നീ തൗറാത്തിനെ ഹിഫ്ളാക്കി എന്ന ഇൽമ് എനിക്കും അറിയാം എന്നറിയിച്ചു കൊടുക്കലാണ്. അപ്പോൾ വത്തസ്മിയത്തു മിസ്ലി ഹാദൽ ഹുക്കുമി, ഈ ഹുക്കുമ് പോലത്തതിന് പേര് പറയൽ. ഈ ഹുക്കുമ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദാഹരണത്തിൽ തൗറാത്തിനെ ഹിഫ്ളാക്കൽ കൊണ്ടുള്ള ഹുക്കുമ്, അതിന് എന്ത് പേര് പറയൽ? ഫായിദത്ത് അല്ലേ? വത്തസ്മിയത്തു മിസ്ലി ഹാദൽ ഹുക്കുമി, ഈ ഹുക്കുമ് പോലത്തതിന് പേര് പറയലാവുന്നത്. എന്താ പേര് പറയുന്നത്?
ഫായിദത്തുൽ ഖബരി എന്ന് പേര് പറയൽ. ഫായിദത്തുൽ ഖബർ അവിടെ ഇല്ലല്ലോ. പേര് പറഞ്ഞത് എങ്ങനെ? ലാസിമു ഫായിദത്തുൽ ഖബർ എന്നാണല്ലോ പേര്. അപ്പൊ ഫായിദത്തുൽ ഖബർ എന്നും പേര് പറഞ്ഞു. ഫായിദത്തുൽ ഖബർ യഥാർത്ഥത്തിൽ അവിടെ ഇല്ല. ഫായിദത്തുൽ ഖബർ ഏതിന്റെ പേരാണ്? മുഖാത്തബിനിക്ക് ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കുന്നോടത്തുള്ള ഹുക്കുമിന്റെ പേരാണ് ഫായിദത്തുൽ ഖബർ. ആ ഫായിദത്തുൽ ഖബർ ഇവിടെ ഇല്ലാതിരിക്കെ ലാസിമ ഫായിദത്തുൽ ഖബർ എന്ന് പറയുമ്പോൾ തൗറാത്തിനെ ഹിഫ്ളാക്കി എന്ന ഇൽമിനിക്ക് ഏത് പേര് വന്നു? ഫായിദത്തുൽ ഖബർ എന്ന പേര് വന്നു. തൗറാത്തിനെ ഹിഫ്ളാക്കിയ കാര്യം ഈ മുഖാത്തബിന് നേരത്തെ അറിയാം. അവൻ തന്നെയാണല്ലോ ഹിഫ്ളാക്കിയത്. ഈ ഉദാഹരണം കൊണ്ടുവന്നത് തന്നെ ഒരാള് തൗറാത്തിനെ ഹിഫ്ളാക്കുമ്പോൾ ഏതായാലും അവനിക്കറിയാന്ന് ഉറപ്പാണ്. ഒരു നിലക്കും നിഷേധിക്കാൻ പറ്റാത്ത ഉദാഹരണമാണിത്. മുഖാത്തബിന് ഉറപ്പായിട്ടും അവൻ ഹിഫ്ളാക്കിയെങ്കിൽ അവന് ഹിഫ്ളാക്കിയിട്ടുണ്ടെന്നുള്ള ഹുക്കം അറിയാം. അപ്പോൾ ഫായിദത്തുൽ ഖബർ അവിടെ ഇല്ല എങ്കിലും ലാസിമ ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറയുന്നോടത്ത് തൗറാത്തിനെ ഹിഫ്ളാക്കി എന്ന കാര്യം എനിക്കറിയാമെന്നറിയിച്ചു കൊടുക്കുന്നോടത്ത് ഫായിദത്തുൽ ഖബർ ഇല്ലാതിരിക്കെ ലാസിമ ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറഞ്ഞപ്പോൾ ആ ഹുക്മിന് ഏത് പേര് വന്നു? ഫായിദത്തുൽ ഖബർ എന്ന് പേര് വന്നു. അങ്ങനെ പേര് വരൽ ബിനാ എടുത്ത് ഇതിന് വേണ്ടിയാണ്. എന്ത്? അല്ലെങ്കിൽ ബിനാഉൻ എടുക്കലാണ്. അലാ അന്നഹു കാര്യമാവുന്നത് മിൻ ശഅനിഹി ഈ ഹുക്കുമിന്റെ ശഅനിൽപ്പെട്ടതാണ്. അൻ യുക്സദ ബിൽ ഖബരി ഇതേപോലത്തെ ഹുക്കുമ്. ഇതേപോലത്തെ എന്ന് പറഞ്ഞാൽ ഈ മുഖാത്തബ് നേരത്തെ ഹുക്കുമിനെ അറിഞ്ഞോടത്ത്, ഹുക്കുമ് നേരത്തെ മുഖാത്തബ് അറിഞ്ഞോടത്ത് ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറഞ്ഞല്ലോ. മുത്തക്കല്ലിമ് ഹുക്കുമിന് അറിയാമെന്നറിയിച്ചു കൊടുക്കുന്നോടത്ത് ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറഞ്ഞു. അത് അലാ അന്നഹു കാര്യം ആണ് എന്നതിന്റെ മേൽ എടുത്തിട്ടാണ് മിൻ ശഅനിഹി ഇതേപോലെയുള്ള ഹുക്കുമിന്റെ ശൈലിയിൽപ്പെട്ടതാണ് അൻ യുക്സദ ബിൽ ഖബരി ആ ഹുക്കുമിനെ ഖബർ കൊണ്ട് കരുതപ്പെടൽ. വ ഇസ്തിഫാദ മിൻഹു ഖബറിൽ നിന്ന് ഹുക്കുമിനെ ഇസ്തിഫാദത്ത് ചെയ്യലും. ആ നിലക്ക് ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞതാ. ആദ്യം തന്നെ മുഖാത്തബിന് ഹുക്കുമ് അറിയാം, പക്ഷേ മുത്തക്കല്ലിമിന് അറിയാമെന്ന് അറിയിച്ചു കൊടുക്കുന്നോടത്ത് മുഖാത്തബിന് നേരത്തെ ഹുക്കും അറിയുന്നോടത്തും ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞ ഹുക്കുമിനെപ്പറ്റി അവിടെ അറിയിച്ചു കൊടുക്കലില്ല. എങ്കിലും ഹുക്കുമിന്റെ ശൈലെന്താണ്? അത് ഖബറിൽ നിന്ന് അതിനെ കസ്ദ് ചെയ്യലും ഖബറിൽ നിന്ന് ഇസ്തിഫാദത്ത് ചെയ്യലുമാണ് എന്ന നിലക്കാണ് അതിന് ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞത്. മിസ്ല ഹാദിൽ ഹുക്മി ഈ ഹുക്കുമ് പോലത്തതെന്ന് പറഞ്ഞാൽ നേരത്തെ മുഖാത്തബിന് അറിയപ്പെട്ട ഹുക്കുമുകൾ എന്നർത്ഥം. അവിടെ ഫായിദത്തുൽ ഖബർ ഇല്ലാതിരിക്കെ ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞത് ഈ ഹുക്കുമുകളൊക്കെ ഇതേപോലെയുള്ള ഹുക്കുമ് അതിനെ ഖബർ കൊണ്ട് ആ ഹുക്കുമിനെ കരുതലാണ് ഹുക്കുമിന്റെ ശൈലി. ഖബറിൽ നിന്ന് ആ ഹുക്കുമിനെ ഇസ്തിഫാദത്ത് ചെയ്യലുമാണ് ഹുക്കുമിന്റെ ശൈലി. അതായതുകൊണ്ട് പറഞ്ഞതാ. തൗറാത്തിനെ ഹിഫ്ളാക്കി എന്നുള്ള ആ ഹുക്കുമുണ്ടല്ലോ, അത് ഒരു ഖബറിൽ നിന്ന് ഖസ്ദ് ചെയ്യലാണ് ആ ഹുക്കുമിന്റെ ശൈലി. ആ നിലക്ക് ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്തില്ല? ഫായിദത്തുൽ ഖബർ ഇല്ല. പക്ഷെ ഹുക്കുമിന്റെ ശൈലി എന്താണ്? ഖബറിൽ നിന്ന് ഇസ്തിഫാദത്ത് ചെയ്യലാണ്. അപ്പോൾ ഈ ഖബറിനക്ക് ഫായിദത്തുൽ ഖബർ എന്ന് ഫായിദത്തുൽ ഖബർ എന്ന് പറയാനുള്ള കാരണം തൗറാത്തിനെ ഹിഫ്ളാക്കി എന്ന് പറഞ്ഞു. അതൊരു ഖബറാണ്. ആ ഖബറിലൊരു ഹുക്കുമുണ്ട്.
ഈ ഖബറിൽ നിന്ന് കസ്ദ് ചെയ്യുന്നൊരു ഹുക്കുമുണ്ട്. ഈ എന്ത് തൗറാത്തിനെ ഹിഫ്ളാക്കി എന്ന ആ ഹുക്കുമ്, ആ ഹുക്കുമിന്റെ ശൈനെന്നാൽ ഖബറിൽ നിന്ന് അതിനെ നേടിയെടുക്കലാണ്. ഇവിടെ ഫായിദത്തുൽ ഖബർ ഇല്ല എങ്കിലും. പിന്നെ വൽ മുറാദി ബി കൗനിഹി ആലിമൻ ബിൽ ഹുക്മി, മുഖ്ബിർ അഥവാ മുത്തക്കല്ലിമ് ഹുക്കുമു കൊണ്ട് അറിയുന്നവനാവൽ കൊണ്ടുള്ള മുറാദ് ഹുസൂറു സൂറത്തിൽ ഹുക്മി ഫീ ദിഹിനിഹി എന്നാണ്. അവന്റെ ദിഹിനിൽ ഹുക്കുമിന്റെ സൂറത്ത്, ആ ചിത്രം ഉണ്ടാവലാണ്. ആ ചിത്രം ഉണ്ടാവലാണെന്ന് പറഞ്ഞാൽ സയ്യിദുൽ ഖായിമ് എന്ന് പറയുമ്പോൾ സയ്യിദ് ഖായിമാണെന്നുള്ള ആ സംഗതി, ആ ഹുക്കുമ്, ആ ചിത്രം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. അതാണ് ഇവിടെ എന്തുകൊണ്ടുള്ള മുറാദ്, ഹുക്കുമിനെ അറിയുന്നവനാകൽ. അത് വാക്കിനോട് ഒത്തോളണമെന്നില്ല. ഇതാണ് മനാത്തിക്കത്തിന്റെ അടുക്കലുള്ള ഹുക്കുമ്. സയ്യിദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഹുക്കുമ്, അത് വാക്കിനോട് ഒക്കട്ടെ ഒക്കാതിരിക്കട്ടെ, കലാമിൽ നിന്ന് അറിയപ്പെടുന്ന ആ ഹുക്കുമ്, ആ ഹുക്കുമിനെ ആ ഹുക്കുമാണെന്ത്, ആ ഹുക്കുമിന്റെ സൂറത്ത് അവന്റെ ദിഹിനിൽ ഉണ്ടാവുക. അതായത് ആ കലാമിയായ നിസ്ബ അവന്റെ ദിഹിനിൽ ഉണ്ടാവുക. അതാണ് ഇവിടെ ഹുക്കുമിനെ അറിയാന്ന് പറഞ്ഞാൽ. അത് വാക്കിനോട് ഒത്താലും ശരി, ഒത്തിട്ടില്ലെങ്കിലും ശരി എന്നല്ലാതെ ഏതല്ല ഉസൂലിങ്ങളെടുക്കലുള്ള ഹുക്കുമല്ല ഇവിടെ. ഉസൂലിങ്ങളെടുക്കൽ ഹുക്കുമ് അല്ല, ഇൽമല്ല. ഉസൂലിങ്ങളുടെ അടുക്കൽ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഹുക്കുമുൽ ജാസിമുല്ലദി ലാ യഖ്ബലു തഗയ്യുറ, തഗയ്യുറിനെ കബൂൽ ചെയ്യാത്ത ജാസിമായ ഹുക്കുമിനാണ് അവര് ഇൽമ് എന്ന് പറയുന്നത്. ജമ്മുൽ ജവാമിയിൽ 151 പേജിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. അൽ ഹുക്കുമുൽ ജാസിമുല്ലദി ലാ യഖ്ബലു തഗയ്യുറ, തഗയ്യുറിനെ കബൂൽ ചെയ്യാത്തതായ ജാസിമായ ഹുക്കുമ്. അതെങ്ങനെ? ബി അങ്കാനലി മൂജിബി, ഒരു മൂജിബിന്റെ കാരണത്തിന് വേണ്ടിയാവുക. പിന്നെ ഹിസ്സിൻ, സയ്യിദ് മുത്തഹദിക്കാന്ന് ഒരാളിങ്ങനെ കണ്ടു, അത് വാക്കിനോട് യോജിച്ചിട്ടെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ അക്കല് കൊണ്ട് മൂജിബ് ആലം ഹാദിസാണെന്ന് അക്കല് കണ്ടെത്തി, അതും വാക്കിനോട് യോജിച്ചതാണ്. അത് അല്ലെങ്കിൽ ആദത്തനുസരിച്ച്, അപ്പോ ഹിസ്സുകൊണ്ടോ അക്കലുകൊണ്ടോ ആദത്തുകൊണ്ടോ മനസ്സിലാക്കിയതായ ഒരു ഹുക്കുമ്, അങ്ങനത്തെ ഹുക്കുമാണ് ഉസൂലിങ്ങളുടെക്കൽ ഇൽമ്. അത് വാക്കിനോട് യോജിച്ചേ മതിയാകൂ. സയ്യിദുൻ ഖായിമുൻ എന്ന കലാമിൽ നിന്ന് അറിയപ്പെട്ട ആ ഹുക്കുമല്ല ഉസൂലിങ്ങളെടുക്കൽ ഇൽമ് എന്ന് പറഞ്ഞാൽ. ഉസൂലിങ്ങളെടുക്കൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാവണം, അത് തഗയ്യുറിനെ സ്വീകരിക്കാത്തതാവണം, വാക്കിനോട് ഒക്കുകയും വേണം. അതിനാണ് ഇൽമ് എന്ന് പറയുക. അൽ ഹുക്കുമുൽ ജാസിമുല്ലദി ലാ യഖ്ബലു തഗയ്യുറ ഇൽമുൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനാത്തിക്കത്തിന്റെ അടുക്കൽ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കലാമിൽ നിന്ന് അറിയപ്പെട്ട ഹുക്കുമിനെ അറിയൽ, ഒരു കലാമിൽ നിന്ന് അറിയുന്ന ഖബരിയായ കലാമിൽ നിന്ന് മനസ്സിലാക്കുന്ന ആ ഹുക്കുമിനെ അറിയൽ. അത് വാക്കിനോട് ഒത്താലും ഒത്തിട്ടില്ലെങ്കിലും ശരി. അതാണ് ഇവിടെ ഹുക്കുമിനെ അറിയുക എന്ന് പറഞ്ഞാൽ. വൽ മുറാദി ബി കൗനിഹി, മുഖ്ബിർ ആവല് കൊണ്ടുള്ള മുറാദ് ആലിമൻ ബിൽ ഹുക്കുമി, ഹുക്കുമു കൊണ്ട് അറിയുന്നവനാകലുകൊണ്ടുള്ള മുറാദ് ഹുസൂറു സൂറത്തിൽ ഹുക്കുമി ഫീ ദിഹിനിഹി, അവന്റെ ദിഹിനിൽ ഈ ഹുക്കുമിന്റെ സൂറത്ത്, ചിത്രം ഉണ്ടാവലാണ്. അപ്പൊ മനാത്തിക്കത്തിന്റെ അടുക്കൽ ഇസ്തിലാഹായ ഇൽമാണ് ഇവിടെ മുറാദ് എന്നർത്ഥം. അത് വാക്കിനോട് ഒത്താലും ഒത്തിട്ടില്ലെങ്കിലും. പിന്നെ വഹാവുന അബ്ഹാസുൻ ഷരീഫത്തുൻ, ഷരീഫായ ബഹസുകൾ ഈ മഖാമിലുണ്ട്. സമഹനാ ബിഹാ ഫി ശറഹി, അതെല്ലാം ശറഹിൽ നമ്മൾ വിശദീകരിച്ചിട്ടുമുണ്ട്. ഇനി പറയുന്നു വഖദ് യുനസ്സലുൽ മുഖാതബു അൽ ആലിമു ബിഹിമാ,
ചിലപ്പോൾ മുഖാത്തബിന് ഇറക്കപ്പെടും. എങ്ങനെയുള്ള മുഖാത്തബാണ്? അൽ ആലിമു ബിഹിമാ, അത് രണ്ടുകൊണ്ടും അറിയുന്നവനായ മുഖാത്തബ്. ഐ ബി ഫായിദത്തിൽ ഖബരി വ ലാസിമിഹ, ഫായിദത്തുൽ ഖബർ കൊണ്ടും അറിയാം, വ ലാസിമിഹ, ലാസിമു ഫായിദത്തുൽ ഖബർ കൊണ്ടും അറിയാം. രണ്ടും അറിയുന്നവനെ മൻസിലത്തൽ ജാഹിലി, ജാഹിലിന്റെ സ്ഥാനത്ത് ഇറക്കപ്പെടും. രണ്ടുകൊണ്ടും അറിയുന്നവെന്ന് പറഞ്ഞാൽ രണ്ടുകൊണ്ടും അറിയുന്നവനാണെങ്കിലും ശരി, രണ്ടാൾ ഒന്നുകൊണ്ട് അറിയുന്നവനാണെങ്കിലും ശരി. അപ്പൊ മൂന്ന് കാര്യമുണ്ട് അവിടെ. അതായത് ഫായിദത്തുൽ ഖബർ കൊണ്ട് അറിയുന്നവൻ, ലാസിമു ഫായിദത്തുൽ ഖബർ കൊണ്ടും അറിയുന്നവൻ. സെയ്ദ് ഖായിമാണ്, സെയ്ദ് ഖായിമാണെന്ന് ഒരാൾക്കറിയാം, മുത്തക്കല്ലിമിന് അറിയാം എന്നും അറിയാം. ഈ രണ്ട് ഇൽമുള്ളോടത്തും അവനെ ജാഹിലിന്റെ സ്ഥാനത്തുറക്കും. അതായത് അവര് ഫായിദത്തുൽ ഖബറും അറിയൂ, ജാഹിലും ബിൽ ഫായിദത്തുൽ ഖബറുമാണ്, ജാഹിലും ബിൽ ലാസിമി ഫായിദത്തുൽ ഖബറുമാണ്. രണ്ടിന്റെ സ്ഥാനത്ത് അവന് ജാഹിലാക്കും. അല്ലെങ്കിൽ ഒന്ന് അറിയുന്നവൻ, മറ്റത് അവനക്ക് അറിയില്ല, ഫായിദത്തുൽ ഖബറെ അറിയുള്ളൂ, അല്ലെങ്കിൽ ലാസിമുൽ ഫായിദത്തുൽ ഖബറെ അറിയുള്ളൂ. അങ്ങനെയുള്ള ആലിമിനെയും ജാഹിലാക്കും. മൂന്ന് രൂപം അവിടെ വരും എന്ന് ചുരുക്കം. മൂന്ന് രൂപം എന്ന് പറഞ്ഞാൽ ഏതാണത്? ഒന്ന് ഇൽമുൽ ഫായിദത്ത്, ഫായിദത്തുൽ ഖബർ അറിയാം. മറ്റൊന്ന് ഇൽമു ലാസിമു ഫായിദത്തുൽ ഖബർ. മുഖാത്തബിന് മുത്തക്കല്ലിബിന് അറിയാമെന്നറിയാം. അവിടെയും അങ്ങനെ അറിയുന്നവനെയും ജാഹിലിന്റെ സ്ഥാനത്തിറക്കും. അല്ലെങ്കിൽ രണ്ടും അവനിക്കറിയാം. അപ്പോ ഇൽമു ഫായിദത്തുൽ ഖബർ, ഇൽമു ലാസിമു ഫായിദത്തുൽ ഖബർ രണ്ടുകൊണ്ടുള്ള ഒരുമിച്ച് രണ്ടും അറിയുന്നവനും, ഫായിദത്തുൽ ഖബർ മാത്രം അറിയുന്നവൻ, ലാസിമു ഫായിദത്തുൽ ഖബർ മാത്രം അറിയുന്നവൻ, ഫായിദത്തുൽ ഖബറും ലാസിമു ഫായിദത്തുൽ ഖബറും രണ്ടും അറിയുന്നവൻ. എങ്ങനെയായാലും ആലിമിനെ ജാഹിലിന്റെ സ്ഥാനത്ത് ഇറക്കും. ഫയുൽക്കാ ഇലൈഹിൽ ഖബറു, അവനിലേക്ക് ഖബറിനെ എറിയപ്പെടും. വഇൻകാന ആലിമൻ ബിൽ ഫായിദത്തൈനി, രണ്ട് ഫായിദ കൊണ്ട് അവൻ അറിയുന്നവനാണെങ്കിലും ശരി. അന്താലി അദമി ജറിയിഹി അലാ മൂജബിൽ ഇൽമി, ഇൽമ് എന്തൊരു കാര്യത്തിനെയാണോ തേടുന്നത്, ആ തേട്ടത്തിന്റെ മേൽ അവൻ നടക്കാത്തതിന് വേണ്ടി. അതായത് ഇൽമുണ്ടായാൽ ഇൽമനുസരിച്ച് അമല് ചെയ്യണം. ആ അമല് അവനിൽ കാണുന്നില്ല. ഇൽമുണ്ടായാൽ ആ ഇൽമു മൂജിബാണ്, ആ ഇൽമനുസരിച്ച് അമല് ചെയ്യൽ. അപ്പോ അമല് മൂജബായി. അപ്പോ ഇൽമിന്റെ മൂജബിന്റെ മേൽ അവൻ നടക്കാത്തതിന് വേണ്ടി, ഇൽമ് നിർബന്ധമാക്കി തരുന്ന കാര്യത്തിന്റെ മേൽ അവൻ നടക്കാത്തതിന് വേണ്ടി. സംഗതി അവനിക്ക് ഇൽമുണ്ട്, പക്ഷേ ജാഹിലിനെ പോലെയാണ് അവൻ നടക്കുന്നത്. മൂജബുൽ ഇൽമു എന്ന് പറഞ്ഞാൽ ഇൽമ് നിർബന്ധമാക്കി തരുന്ന കാര്യം. ഫഇന്നമൻ ലാ യജ്രി അലാ മൂജബി ഇൽമിഹി, ഒരാള് ലാ യജ്രി അവൻ നടക്കുന്നില്ല, പിന്നെ അലാ മുഖ്തല ഇൽമിഹി, അങ്ങനെയാണ് ഈ കിതാബിലുള്ളത്. ഫഇന്നമൻ ലാ യജ്രി അലാ മുഖ്തല ഇൽമിഹി, ഇൽമിന്റെ മുഖ്തല അനുസരിച്ച് നടക്കാത്തവൻ. മൂജബുൽ ഇൽമ് മുഖ്തലൽ ഇൽമൊക്കെ ഒന്ന് തന്നെ. മുഖ്തലി ഇൽമു മുഖ്തലിയുമാണ്, മൂജിബുമാണ്. ഇൽമു തേടുന്ന കാര്യം എന്താ? അമല്. ഇൽമു നിർബന്ധമാക്കുന്ന കാര്യം അമല് തന്നെ. അപ്പൊ ഇൽമു മൂജിബാണ് അല്ലെങ്കിൽ മുഖ്തലിയാണ്.
ഫഇന്നമൻ ഒരാൾ ലാ യജ്രി അലാ മുഖ്തള ഇൽമിഹി, ഇൽമനുസരിച്ച് നടക്കാത്തവൻ, ഇൽമിന്റെ മുഖ്തള അനുസരിച്ച് നടക്കാത്തവൻ, ഇൽമ് എന്തൊരു കാര്യത്തിനെയാണോ തേടുന്നത് അതനുസരിച്ച് നടക്കാത്തവൻ, അലാ മുഖ്തള ഇൽമിഹി ഹുവ അവനും വൽ ജാഹിലു ജാഹിലും സവാഉൻ സമമാൻ, അതുകൊണ്ട് അവനെ ജാഹിലിനെ പോലെ കണക്കാക്കും. കമാ തഖൂലു നീ പറയും പോലെ, ലിൽ ആലിമി അത്താരിക്കി ലിസ്വലാത്തി, നിസ്കാരത്തിനെ തെറുക്ക് ചെയ്യുന്ന ഒരു ആലിമിനോട്, അതായത് ആലിമാരാണ്, നിസ്കാരം വാജിബാണെന്ന് അറിയാം. ലിൽ ആലിമി, ഒരു ആലിമിനോടെന്ന് പറഞ്ഞ ഒരു ഉസ്താദിനോട് എന്നല്ല, നിസ്കാരം വാജിബാണെന്ന് അറിയുന്ന ഒരാള്, നിസ്കാരം വാജിബാണെന്ന് അറിയുന്ന ഒരാളോട് നീ പറയും പോലെ. എങ്ങനത്തെ അറിയുന്ന ആളാണ്? അത്താരിക്ക് ലിസ്വലാത്തി, നിസ്കാരത്തിനെ ഒഴിവാക്കുന്നവനായ ആലിമ്, അതായത് നിസ്കാരം വാജിബാണെന്ന് അറിയുന്നവൻ. അസ്വലാത്തു വാജിബത്തുൻ എന്ന് അവനോട് പറയാം. അവനോടത് പറയേണ്ട ആവശ്യമില്ല, കാരണം നിസ്കാരം വാജിബാണെന്ന് അവൻ അറിയാലോ. നിസ്കാരം വാജിബാണെന്ന് അവന് അറിയാം എന്നിരിക്കെ അവനോട് അസ്വലാത്തു വാജിബത്തുൻ എന്ന് പറയൽ ലഘുവാണ്. ലാ യസ്മഊന ഫിഹാ ലഘുവൻ വലാ തൈസീമ, ലഘുവ് അതൊരു ആക്കിലിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇവനോട് അസ്വലാത്തു വാജിബത്തുൻ എന്ന് എന്തിനു പറഞ്ഞു? അത് ഫായിദത്തുൽ ഖബറാണ് ഇവിടെ ലക്ഷ്യം. ഇവൻ ആ ഹുക്മിനെ അറിയാമെങ്കിലും അറിയാത്തവനെപ്പോലെയാണ് അവന്റെ നടപ്പ്. അതുകൊണ്ട് അവനിക്ക് ഹുക്മിനൊന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അവനിക്കെന്ത് മനസ്സിലായി? ഇയാൾ എന്നെ ജാഹിലാക്കിയെന്ന് തോന്നുകയും ചെയ്തോളും. ഞാൻ നിസ്കരിക്കാത്തത് കൊണ്ടാണ് എന്നെ അയാൾ ജാഹിലാക്കിയത് എന്ന് അയാൾക്ക് ഒരു കുറ്റബോധം ഉണ്ടാവുകയും ചെയ്യും. വതൻസീലുൽ ആലിമി ബിശൈഇ, ഒരു ശൈഇനെ സംബന്ധിച്ച് അറിയുന്ന ആളെ ഇറക്കൽ ആകുന്നത് മൻസിലത്തൽ ജാഹിലി, ആ ശൈഇനെ അറിയാത്തവന്റെ സ്ഥാനത്ത് ഇറക്കൽ. മൻസിലത്തൽ ജാഹിലി ബിഹി, ആ ശൈഇനെപ്പറ്റി അറിയാത്തവന്റെ സ്ഥാനത്ത് ഇറക്കൽ. ലിഇത്തിബാറാത്തിൻ ഖത്താബിയ്യത്തിൻ, ഖത്താബിയ്യത്തായ ഇത്തിബാറുകൾക്ക് വേണ്ടി. ഖത്താബിയ്യത്തായ ഇത്തിബാറുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു മുത്തക്കല്ലിം ഒരു മുഖാത്തബിനോട് സംസാരിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് മുഖാത്തബിന്റെ അവസ്ഥ പരിഗണിച്ചിട്ടുള്ള ചില ഇത്തിബാറുകൾ, ആ ഇത്തിബാറുകൾക്ക് വേണ്ടി ഒരു ശൈഇനെപ്പറ്റി അറിയുന്നവനെ അതിനെ അറിയാത്തവന്റെ സ്ഥാനത്ത് ഇറക്കൽ കസീറും ഫിൽ കലാം, കലാമിൽ അത് ഒരുപാടുണ്ട്. അതായത് ഒരു മുഖ്ബിർ ഒരു മുഖ്ബറിനോട് സംസാരിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തിബാർ ചെയ്യേണ്ട പോയിന്റുകൾ, അത് പല പോയിന്റുകളും ഉണ്ടാകും. ഉദാഹരണത്തിന് ഒരു ഉസ്താദ് പ്രസംഗിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മസ്അലകൾ ഇങ്ങനെ ഓരോ കാര്യം വാജിബാണ് എല്ലാവരെയും ജാഹിലാക്കിയിട്ടാണ് പറഞ്ഞെങ്കിലേ അത് ലഘുവല്ലാതിരിക്കുള്ളൂ. മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോ ഈ ഹുക്കുമുകളൊക്കെ അറിയുന്നവനായിരിക്കും. അവിടുത്തെ മക്കാമ് എന്തിനെ തേടുന്നു? ഇവരെ എല്ലാവരെയും ജാഹിലാക്കലിനെ തേടുന്നു. മറ്റത് അവർക്ക് അറിയുന്ന മസ്അലകൾ പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ, ലഘുവാണ്. അത് ലഘുവല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കേൾക്കുന്ന കസാരയിലിരിക്കുന്ന ഈ ആളുകളെ എല്ലാവരെയും ജാഹിലാക്കിയിട്ട് ഇവൻ കസദ് ചെയ്യണം. എന്നിട്ട് അവർക്ക് ഇങ്ങനെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ എല്ലാവരെയും എന്താണ്, അതെ, മുമ്പ് ഒരു ഉസ്താദ് ആദ്യമായിട്ട് ഖുത്ബോദാൻ കയറി മിമ്പറുമ്മ. അപ്പൊ ഒന്നാം സഫിലും രണ്ടാം സഫിലൊക്കെ ബട ആലിമീങ്ങളാ. ഈ ഉസ്താദാണെങ്കിലോ കോളേജിൽ നിന്ന് വിട്ടിട്ടുള്ള ആദ്യമായിട്ട് ഖുത്ബോദാൻ കയറുകയാണ്.
അപ്പോൾ മൂപ്പർക്ക് ഉസ്താദുമാരൊക്കെ കണ്ടപ്പോൾ പേടി തോന്നി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ആദ്യമായിട്ട് എല്ലാവരും പടുജാഹിലാണെന്ന് കരുതിയിട്ട് കണ്ടടച്ച് കരുതിയിട്ട് ഖുത്ബ ഓതി തീർത്തു. അങ്ങനെ ചിലപ്പോൾ മുഖാത്തബീങ്ങളെ ജാഹിലാക്കേണ്ടി വരും പല കാരണങ്ങൾക്കും. അതാണ് ഒരു മുത്തക്കല്ലിമ മുഖാത്തബിനോട് സംസാരിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തിബാർ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ശൈഇനെ സംബന്ധിച്ച് അറിയുന്നവനെ അതിനെപ്പറ്റി അറിയാത്തവന്റെ സ്ഥാനത്ത് ഇറക്കൽ കസീറുൻ, അത് ഒരുപാടുണ്ട്. ഫിൽ കലാമിൽ മിൻഹു, അതിൽപ്പെട്ടതാണ്. ഏതിൽ? തൻസീലുൽ ആലിമി ബിശൈഇ മൻസിലത്തുൽ ജാഹിലി, ഒരു ശൈഇനെ അറിയുന്നവനെ അറിയാത്തവന്റെ സ്ഥാനത്ത് ഇറക്കലിൽ പെട്ടതാണ്. ഖൗലുഹു തആല, അല്ലാഹു തആലാന്റെ ഖൗലാകുന്നത്, വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വലബിഇസ മാ ശറൗ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ എന്ന ഈ ആയത്ത് അതിൽപ്പെട്ടതാണ്. അൽ ബഖറ സൂറത്ത് 102 കാണാൻ കഴിയും. ഇവിടെ എന്താണ്? ചുരുക്കി പറയാം, വലക്കത് അലിമു എന്ന് പറഞ്ഞു. ആ യഹൂദികൾക്ക് അറിയാം, അപ്പോൾ അവര് ആലിമീങ്ങളാണ്, ചുരുക്കി പറയാണ്. എന്നിട്ട് അവസാനം എന്ത് പറഞ്ഞു? ലൗകാന യഅലമൂൻ, അവർ അറിവുള്ളവരായിരുന്നെങ്കിൽ അത് ചെയ്യുകയില്ലായിരുന്നു. പക്ഷെ അറിവില്ല, ആലിമിനെ ജാഹിലിന്റെ സ്ഥാനത്തിറക്കി. ഇത് ഇവിടുത്തെ ഖിത്താബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും ഇവിടെ ഒരു നദീർ പറഞ്ഞതാണ്. ഈ ഉദാഹരണത്തിൽ എന്തുണ്ട്? ആലിമിനെ ജാഹിലിന്റെ സ്ഥാനത്ത് ഇറക്കലുണ്ട്. അതിനൊരു ഉദാഹരണം കാണിച്ചതാണ്. ആലിമിനെ ജാഹിലിന്റെ സ്ഥാനത്ത് ഇവിടെ ഇറക്കിയതിനൊരു ഉദാഹരണം. അത് മുഖാത്തബിനെ ജാഹിലിന്റെ സ്ഥാനത്ത് ഇറക്കിയതല്ല. കാരണം മുഖാത്തബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. പക്ഷെ ഈ ആയത്തിൽ എന്തുണ്ട്? ആലിമിനെ ജാഹിലിന്റെ സ്ഥാനത്ത് ഇറക്കി എന്ന സംഭവം ഈ ആയത്തിലുണ്ട്. ബൽ എന്നല്ലാതെ മുഖാത്തബിനെ ജാഹിലിന്റെ സ്ഥാനത്ത് ഇറക്കിയതിന് ഉദാഹരണം അല്ല ഇത്. പിന്നെ ഇതേപോലെ ഈ ആയത്തിൽ എന്തുണ്ട്? ആലിമിനെ ജാഹിലിന്റെ സ്ഥാനത്ത് ഇറക്കലുണ്ട് എന്നതുപോലെ മുഖാത്തബായ ആലിമിനെ ജാഹിലിന്റെ സ്ഥാനത്ത് ഇറക്കും എന്ന് ചുരുക്കം. ബൽ എന്നല്ല തൻസീല് ഉജൂദ്, അതൊക്കെ ചില എയ്റ്റിബാറുകൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എവിടെ സ്ഥാനം തെറ്റിക്കുന്നുവോ അവിടെ ഒരു എയ്റ്റിബാർ, ഒരു മുഅ്തബറായ കാര്യം ഉണ്ടാകും. അല്ലാതെ വെറുതെ പറ്റൂല. ഒരു ആലിമിനെ ജാഹിലിന്റെ സ്ഥാനത്ത് ഇറക്കണമെങ്കിൽ അതിനൊരു എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ഏറ്റുപാട് ചെയ്യണം. സ്ഥാനം തെറ്റിച്ചിട്ട് ഏറ്റുപാട് ചെയ്യണം. അല്ലാതെ ഒരു ആലിമിനെ ജാഹിലിന്റെ സ്ഥാനത്ത് ഇറക്കിയാൽ സംഗതി നടക്കുകയില്ലല്ലോ. നേരെ എതിര് സംസാരിക്കൽ ശരിയല്ല. അപ്പോൾ അവിടെ ഏറ്റുപാട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റുപാട് ചെയ്തിട്ട് വേണം ഇങ്ങനെ സംസാരിക്കാൻ. അപ്പോഴേ കലാമ് ഫസീഹായ കലാമാവുകയുള്ളൂ. ബൽ എന്നല്ല തൻസീൽ വുജൂദി ശൈഇ, ഒരു ശൈഇന്റെ വുജൂദിനെ ഇറക്കൽ, മൻസിലത്തെ അദമിഹി, അത് ഇല്ലാത്തതിന്റെ സ്ഥാനത്ത് ഇറക്കലാകുന്നത് കസീറുൻ, അത് തന്നെ ഒരുപാടുണ്ട്. ഉള്ളത് ഉള്ളതല്ല എന്ന് പറയാം. ഉള്ളതൊന്നും ഉള്ളതല്ല എന്ന് കേട്ടിട്ടില്ലേ? ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതൊന്നേ ഉള്ളതുള്ളൂ, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല. അല്ലാഹു അക്ബർ ലാ ഉരീദു സിവാഹു ഹൽ ഫിൽ വുജൂദി ഹഖീഖത്തൻ ഇല്ലാഹു. ബൽ എന്നല്ല തൻസീലു ശൈഇ, അല്ല തൻസീലു വുജൂദി ശൈഇ, ഒരു ശൈഇന്റെ വുജൂദിനെ ഇറക്കൽ, മൻസിലത്തെ അദമിഹി,
അതിന്റെ അദമിന്റെ സ്ഥാനത്ത് ഇറക്കൽ കസീറുൻ, അത് ഒരുപാടുണ്ട്. മിന്നു ഖൗലു തആല, അതിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ ഖൗല്, വമാ റമൈത ഇദ് റമൈത, വമാ റമൈത തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇദ് റമൈത തങ്ങൾ എറിഞ്ഞ നേരത്ത്, തങ്ങൾ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടോ, അവിടെ ഏറ് ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താണത്? ഇതൊരു അത്ഭുത സംഭവമായതുകൊണ്ടാണ് ആ കാര്യത്തെ ഇത്തിബാർ ചെയ്തവിടെ. അതുകൊണ്ടാണ് അങ്ങനെ അല്ലാഹു തആല പറഞ്ഞത്. പറയുന്ന ആളാരാണ്? അല്ലാഹു തആലയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എറിഞ്ഞു എന്ന് ഉറപ്പുമാണ്. എന്നിട്ട് അല്ലാഹു തആല എന്ത് പറഞ്ഞു? വമാ റമൈത ഇദ് റമൈത. അവരെ ഇത്തിബാർ ചെയ്തെന്താണ്? ഇതേപോലെയുള്ള ഏറ്, ഇതൊരു അത്ഭുതമായ ഏറാണ്. യാസീൻ അൽ ഖുർആനിൽ ഹക്കീം ഇങ്ങനെ ഓതിയിട്ട് എവിടം വരെ ഓതി? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന് ഓതിയിട്ട് കുറച്ച് മണ്ണെടുത്ത് അങ്ങോട്ട് എറിഞ്ഞതാ. ഇതൊരു അത്ഭുത ഏറായതുകൊണ്ട് ഇത് അല്ലാഹു തആലാന്റെ പ്രവർത്തനം. ഇവിടെ എല്ലാ സ്ഥലത്തും അല്ലാഹുവിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിലും ഇവിടെ ഒരു അജീബായ കാര്യം നടന്നിട്ടുണ്ട്. സാധാരണ മനുഷ്യന്മാരെ കൊണ്ട് നടക്കുന്നതല്ല ഇത്. ഇതൊരു പ്രത്യേകമായ ഏറായതുകൊണ്ട് പറഞ്ഞതാ. നബിയെ, തങ്ങൾ എറിഞ്ഞ നേരത്ത് തങ്ങൾ എറിഞ്ഞിട്ടില്ല, പിന്നെ എറിഞ്ഞത് യഥാർത്ഥത്തിൽ ഞാനാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? ഏറിനെപ്പറ്റി, നടന്ന ഏറിനെ സംബന്ധിച്ച് എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ഷൈഇന്റെ വുജൂദിനെ അതിന്റെ അദമിന്റെ സ്ഥാനത്ത് ഇറക്കി. അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെന്ന്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.